ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സംഭവം അധ്യായം 1 എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സിനിമ കണ്ട പ്രേക്ഷകർക്ക് തോന്നാൻ സാധ്യതയുള്ള കുറച്ച് സംശയങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഉത്തരങ്ങളുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഈ ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. കൂടാതെ സിനിമ തിയേറ്ററിൽ വെച്ച് ഒരു വട്ടം കണ്ടതിന്റെ ഓർമ്മ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയുമുണ്ട്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടും തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. സിനിമയുടെ കഥയിൽ പറയുന്നത്, കാക്കയുടെ രൂപമുള്ള ഒരു വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന ഒരു കാട്ടിലേക്ക് എത്തുന്ന കുറെ മനുഷ്യരും അവർ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നതും അതിൽ നിന്നും പുറത്തു കടക്കാനായി അവർ ശ്രമിക്കുന്ന കാര്യങ്ങളുമാണ്. ഇങ്ങനെ ടൈം ലൂപ്പ് നടക്കാനുള്ള കാരണം, ആ ഒരു കാട്ടിലേക്ക് എത്തിയതിനു ശേഷം ആരെങ്കിലും മനുഷ്യരക്തം ആ ഒരു കാട്ടിൽ വീഴ്ത്തുകയും കൂടാതെ ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു ലൂപ്പ് നടക്കുന്നതായി കാണിക്കുന്നത്. സോ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആ കാക്കയുടെ തലയുള്ള വിഗ്രഹം അവിടുത്തെ ജനങ്ങൾ ആരാധിച്ചു വരികയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് അവർ ഭക്ഷണമെല്ലാം കൊടുക്കുമെന്നും അതിലൂടെ ഗർഭിണികളായ സ്ത്രീകളെ കാക്കകൾ അനുഗ്രഹിക്കാറുണ്ടെന്നും തൽഫലമായി അതിലൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകും എന്നുമെല്ലാമാണ് പറയുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരു രാജാവ് വരികയും അയാൾ നിരീശ്വരവാദി ആയിരുന്നതുകൊണ്ട് ആ പ്രദേശത്തെ എല്ലാ അമ്പലങ്ങളും അയാൾ നശിപ്പിക്കുകയും അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം സ്വന്തമാക്കുകയും തന്റെ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെയാണ് അയാൾ ഈ ഒരു കാക്കയുടെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നതും ആ വിഗ്രഹം സ്വന്തമാക്കാനായി അവിടെ നിന്ന് പല മാർഗത്തിലൂടെ ഇളക്കാനായി നോക്കുകയും എന്നാൽ അതൊന്നും സാധിക്കാതെ വരികയും ആ ഒരു ദേശത്തിൽ അവിടെയുള്ള ജനങ്ങളെ, ആ ഒരു വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന എല്ലാ ജനങ്ങളെയും തന്റെ പടയാളികളെ കൊണ്ട് ക്രൂരമായി കൊല്ലിക്കുകയും അവിടെയുള്ള കാക്കകളെ ചുട്ടരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇങ്ങനെ ആ കാക്ക ദൈവത്തെ ആരാധിച്ചിരുന്ന ജനങ്ങളുടെ രക്തം അവിടെ വീഴ്ത്തുകയും അവരുടെ കൂട്ടക്കരച്ചിൽ അവിടെ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഫലമായാണ് പിന്നീട് അങ്ങോട്ട് ആ കാട്ടിൽ ആരെങ്കിലും രക്തം വീഴ്ത്തുകയും ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം ടൈം ലൂപ്പിൽ പെട്ടുപോകുന്നത്. ഇതാണ് ആ ഒരു മദാമ്മയുടെ കഥ കാണിക്കുന്ന സമയത്തും 1994 ആനന്ദിന്റെ അച്ഛന്റെ കഥ കാണിക്കുന്ന സമയത്തും 2024 ആനന്ദിന്റെ കഥ കാണിക്കുന്ന സമയത്തും അവിടെ രക്തം വീഴുകയും ഉച്ചത്തിലുള്ള ശബ്ദം വെടിയൊച്ച കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാം ലൂപ്പിൽ പെട്ടുപോകുന്നതായി കാണിക്കുന്നത്. ഇനി ഇവർ ഈ ടൈം ലൂപ്പിൽ പെട്ട് ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു സമയത്തേക്ക് പോകുന്നത് ഇതുപോലെ ടൈം ലൂപ്പിൽ പെട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് തന്നെയാണ്, അതല്ലാതെ വേറൊരു ദിവസത്തേക്കും പോകില്ല. അതായത് 2024 നിന്നും ആനന്ദ് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് മറ്റെപ്പോഴെങ്കിലും 1994 അതല്ലെങ്കിൽ ആ മാതാമ്മയുടെ ടൈമിലോ എപ്പോഴെങ്കിലും മറ്റാരെങ്കിലും ടൈം ലൂപ്പിൽ പെട്ടുകിടക്കുന്ന ആ ഒരു ദിവസത്തേക്ക് തന്നെയാണ് ആനന്ദം പോകുന്നത്. അതല്ലാതെ മറ്റൊരു ദിവസത്തേക്കും ഒരാളും ടൈം ട്രാവൽ ചെയ്ത് വേറൊരു ദിവസവും എത്തപ്പെടുകയില്ല. ഈ ഒരു ടൈം ട്രാവൽ ചെയ്ത് അവർ പോകുന്നത് അവരുടെ കൺട്രോളിലല്ലെന്നും അവരുടെ ഇഷ്ടത്തിനല്ലെന്നും അത് പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ എങ്ങോട്ടേക്ക് വേണമെങ്കിൽ ആകാമെന്നും എന്നുള്ള രീതിയിലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതും. ഇനി ഈ ടൈം ലൂപ്പിൽ നിന്നും പുറത്ത് കടക്കാനായി ഒരു മാർഗമുണ്ട്. അത് ആനന്ദ് എന്ന ക്യാരക്ടറിന് പറഞ്ഞു കൊടുക്കുന്നത് സിദ്ധാർത്ഥാണ്. ഈ സിദ്ധാർത്ഥിന് ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, സിദ്ധാർത്ഥ് പണ്ട് ആ കാക്കയുടെ ദൈവത്തെ ആരാധിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നുവെന്നും എന്നാൽ രാജാവിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തുകയും ഇയാൾ ഈ അമ്പലത്തെക്കുറിച്ചെല്ലാം രാജാവിന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് രാജാവ് അവിടേക്ക് വന്നതും ആ കൂട്ടക്കുരുതിയെല്ലാം നടത്തിയതും. സോ ഈ സംഭവങ്ങൾക്കെല്ലാം കാരണക്കാരനായിട്ടുള്ളത് ഈ സിദ്ധാർത്ഥ് എന്ന ക്യാരക്ടറാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം രാജാവും പടയാളികളും സിദ്ധാർത്ഥ് മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഇവരെല്ലാം പല കാലങ്ങളിലായി പല ടൈമുകളിലായി ആ ലൂപ്പിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. ഇങ്ങനെ ആ ഒരു ഗ്രാമവാസികളുടെ കൂടെ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അതിലൊരാളായിരുന്ന സിദ്ധാർത്ഥ് പല ടൈമുകളിലായി സഞ്ചരിച്ച് ഒടുവിൽ അതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. ആ മാർഗം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ജനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായി നേർരേഖയിൽ എന്ന രീതിയിൽ സഞ്ചരിക്കുമ്പോൾ സത്യത്തിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ അമ്പലത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ അമ്പലത്തിന് ചുറ്റും വലം വെക്കുകയും അപ്പോൾ അവർ നേർരേഖയിൽ സഞ്ചരിക്കുകയും ഏതെങ്കിലും ഒരു റോഡിലേക്ക് എത്തപ്പെടുകയുമാണ് ചെയ്യുന്നത്. സോ ഇത് മറ്റുള്ളവർക്ക് അറിയുന്നതിന് വേണ്ടിയാണ് സിദ്ധാർത്ഥ് ആ അമ്പലത്തിന് ചുറ്റുമുള്ള മരങ്ങളിൽ ആ ഒരു വലയത്തിന്റെ ചിഹ്നം കൊത്തിവെക്കുന്നത്. കൂടാതെ ആ പഴയകാലം ഗ്രാഫിക്സിൽ കാണിക്കുന്ന സമയത്തും ആ അമ്പലത്തിന് ചുറ്റും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിൽ വലം വെക്കുന്നതായി കാണിച്ചിട്ടുമുണ്ട്.
സോ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും വലം വെക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും അവിടെ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ തന്നെ ആയിരിക്കണം ആദ്യം ഇവരുടെ കാറിന് മുന്നിൽ വന്നു പെടുന്ന ആളും അവസാനം കാണിക്കുന്ന ആനന്ദിന്റെ മകളും ഇടയ്ക്ക് വെച്ച് കാണിക്കുന്ന ആ ഒരു കുതിരയും രാജാവും എല്ലാം തന്നെ പുറത്തു കടന്നിട്ടുണ്ടാവുക. ഒരുപക്ഷെ അവരും സിദ്ധാർത്ഥിൽ നിന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം മനസ്സിലാക്കിയതോ അതല്ലെങ്കിൽ ആ മരത്തിലെ അടയാളം നോക്കി സ്വയം മനസ്സിലാക്കിയെടുത്തോ അമ്പലത്തിലെ ചുറ്റും വലം വെച്ച് രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളതാകാം. അപ്പോഴുള്ളൊരു കാര്യം, ഈ കാര്യം സിദ്ധാർത്ഥിന് അറിയാമെങ്കിൽ അവിടെ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ അമ്പലത്തിന് ചുറ്റും വലം വെച്ചാൽ മതിയായിരുന്നു എന്ന കാര്യം സിദ്ധാർത്ഥിന് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ഇത്രയും കാലമായിരുന്നിട്ടും അതിന് ശ്രമിച്ചിട്ടില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇതിന്റെ ഉത്തരം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മാത്രമാണ് ആ ഒരു ലൂപ്പിൽ നിന്നും പുറത്തു കടക്കാനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ ആനന്ദ് ചെയ്തതുപോലെ സിദ്ധാർത്ഥിന്റെ കൂടെ കുറച്ചു പേരെ അയാൾക്ക് വേണമെങ്കിൽ രക്ഷിക്കാനും സാധിക്കും. എന്നിരുന്നാലും ഈ ലൂപ്പ് അവസാനിപ്പിക്കാനായി സാധിക്കുകയില്ല. അതായത് ഇവരിൽ കുറച്ചുപേർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ബാക്കി ഉള്ളവരെല്ലാം നൂറ്റാണ്ടുകളായി ആ ലൂപ്പിൽ പെട്ടുപോയവരും ഇനി ആ ലൂപ്പിൽ പെടാൻ പോകുന്നവരുമെല്ലാം അതിൽ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ലൂപ്പ് അവസാനിപ്പിക്കാനായി സാധിക്കുകയില്ല. സോ അങ്ങനെ ആ ലൂപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ സിദ്ധാർത്ഥ് കാരണം ഉണ്ടായിട്ടുള്ള അന്നത്തെ ആ രാജാവ് നടത്തിയിട്ടുള്ള കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം. സോ ഒരുപക്ഷെ സിദ്ധാർത്ഥിന്റെ ക്യാരക്ടർ ആ ഒരു കാര്യത്തിനും ശ്രമിച്ചിട്ടുണ്ടാവും, എന്നാൽ സിദ്ധാർത്ഥിനെ കൊണ്ട് ആ ഒരു കാര്യം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. സോ സിദ്ധാർത്ഥ് ആകെ ചെയ്യുന്നത് അവിടെ എത്തപ്പെടുന്ന ആളുകൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള, അമ്പലത്തിന് ചുറ്റും വലം വെച്ച് നടന്നാൽ തങ്ങൾക്ക് രക്ഷപ്പെടാമെന്നും ഇനി അതല്ല ഈ ഒരു പ്രോസസ് എല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ ആ ഒരു കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരുന്ന ആളുകളോട് പറയുകയും അതിലൂടെ അവരിൽ ആരെങ്കിലും പോയി ആ പഴയ കൂട്ടക്കുരുതി നടക്കുന്നത് മുടക്കുമെന്നും അതിലൂടെ ഈ ലൂപ്പ് തന്നെ ഇല്ലാതാകുമെന്നും സിദ്ധാർത്ഥ് കരുതുന്നുണ്ടാകും. സോ താൻ കാരണം ഉണ്ടായിട്ടുള്ള ഈ ലൂപ്പെല്ലാം അവസാനിച്ചതിന് ശേഷം മാത്രം തനിക്ക് അതിൽ നിന്ന് പുറത്തു കടന്നാൽ മതി എന്ന് സിദ്ധാർത്ഥ് കരുതുന്നത് കൊണ്ടാകാം അയാൾ ഇത്രയും കാലമായി അതിൽ നിന്ന് പുറത്തു കടക്കാനായി മറ്റുള്ളവരെ പോലെ ശ്രമിക്കാതിരുന്നത്. ഇനി മറ്റൊരു ചോദ്യം, ആനന്ദ് സത്യത്തിൽ എങ്ങനെയാണ് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതായത് സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആനന്ദ് 1994 എന്ന ടൈമിൽ എത്തുകയും അവിടെ വെച്ച് തന്റെ അച്ഛനെയും ഒരു പോലീസുകാരനെയും പുറത്തേക്ക് കടത്തുകയും എന്നാൽ അത് 1994 ആയതുകൊണ്ട് താൻ ജീവിച്ചിരുന്ന കാലഘട്ടം അല്ലാത്തത് കൊണ്ട് അയാൾ വീണ്ടും അവിടേക്ക് തിരിച്ചു പോവുകയും തലയിലേക്ക് വെടിവെക്കുകയും ചെയ്യുന്നു. പിന്നീട് അയാൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ 2024 എത്തി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചുവെന്നോ എങ്ങനെയാണ് അയാൾ പുറത്തു കടന്നതെന്നോ കാണിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ 1994 തന്റെ അച്ഛനായിട്ടുള്ള സ്റ്റീഫൻ ജോർജിനെ ആനന്ദ് രക്ഷിച്ചവിടെ നിന്ന് വിടുന്ന സമയത്ത് സ്റ്റീഫൻ ജോർജിന് ആനന്ദ് എന്ന മകൻ ജനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2024 നിന്ന് വന്നിട്ടുള്ള ആനന്ദ് സ്വയം വെടിയേറ്റ് മരിക്കുകയാണെങ്കിലും ആനന്ദ് തൊട്ടു മുന്നേ രക്ഷിച്ചുവിടുന്ന സ്റ്റീഫൻ ജോർജിന് ആനന്ദ് എന്ന മകൻ ജനിച്ചിരിക്കുന്നത് കൊണ്ട് ആ കുട്ടി വളർന്ന് വലുതായതായിട്ടാണ് നമ്മൾ അവസാനം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആനന്ദിലൂടെ കാണുന്നത്. അതായത് അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആനന്ദ് എന്ന ക്യാരക്ടർ അവിടെ വെച്ച് മരിക്കുകയും എന്നാൽ സ്റ്റീഫൻ ജോർജ് പുറത്ത് വന്നതുകൊണ്ട് അയാൾക്ക് ആ സമയം ഒരു കുട്ടി ജനിച്ചു, ആനന്ദ് ജനിച്ചു എന്ന് പറയുന്നത് കൊണ്ടും ആ കുട്ടി വളർന്ന് വലുതായി എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ആ പുതിയതായി കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആനന്ദ് അതുവരെ ടൈം ലൂപ്പിൽ പെട്ടിട്ടില്ലെങ്കിലും ആ ആനന്ദ് അവിടെ എത്താൻ കാരണമാകുന്നത് 2024 നിന്നും പാസ്റ്റിലേക്ക് പോയിട്ടുള്ള ആ ആനന്ദ് കാരണമായിരുന്നത് കൊണ്ടാണ് ആ അത്തരം ഓർമ്മകൾ ഇയാൾക്ക് വരുന്നത് പോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഞെട്ടി ഉണരുന്നതിലൂടെ കാണിച്ചത്. മറ്റൊരു കാര്യം, സ്റ്റീഫൻ ജോർജ് 1994 ആനന്ദിന്റെ സഹായത്തോടു കൂടി പുറത്തു വന്നതുകൊണ്ടാണ്, അവിടെ നിന്നും രക്ഷപ്പെട്ടത് കൊണ്ടാണ് അച്ഛനില്ലാതെ വളർന്ന ആനന്ദിന്റെ കാര്യം ഇവിടെ മാറിയതായി കാണിച്ച് അച്ഛനും മകനുമായിട്ടെല്ലാം സുഖമായി ജീവിക്കുന്നതായി കാണിച്ചതുപോലെ സ്റ്റീഫൻ ജോർജിന്റെ കൂടെ 1994 തന്നെ മറ്റൊരു പോലീസുകാരൻ രക്ഷപ്പെട്ടത് കൊണ്ട് ഇവിടെ കാണിക്കുന്ന അയാളുടെ ഭാര്യയായിട്ട് വരുന്ന ഈ സ്ത്രീ ഇത്രയും കൊല്ലം ഭർത്താവില്ലാതെ ജീവിച്ചു എന്നുള്ള കാര്യങ്ങൾ മാറുകയും ഇവരും ഭർത്താവുമൊത്ത് ഇത്രയും കാലം സുഖമായി ജീവിച്ചു എന്ന് പ്രസന്റിൽ വരികയും ചെയ്യും. ഇനി അടുത്ത ചോദ്യം, സിനിമയുടെ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് ആ രാജാവ് ആനന്ദിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായി കാണിച്ചത്? അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, രാജാവ് അന്ന് കൂട്ടക്കുരുതി നടത്തിയതിനു ശേഷം രാജാവും ആ പടയാളികളും സിദ്ധാർത്ഥും എല്ലാം തന്നെ അന്ന് മുതൽ ഈ ഒരു ടൈം ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടൈമിൽ നിന്ന് രാജാവ് ആ മരത്തിലെ അടയാളങ്ങൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന പെൺകുട്ടിയെ ഫോളോ ചെയ്തോ അവിടേക്ക് എത്തപ്പെട്ടതാണ്. സോ ആ സമയത്ത് രാജാവിനെ കാണുമ്പോഴാണ് ആനന്ദ് മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം രാജാവ് അന്ന് നടത്തിയിരുന്ന ആ ഒരു കൂട്ടക്കുരുതി അവസാനിപ്പിച്ചാൽ മാത്രമേ ഇതെല്ലാം അവസാനിക്കുകയും അതിലൂടെ തനിക്ക് തന്റെ മകളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന്.
അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ തീർച്ചയായിട്ടും കാണാൻ പോകുന്നത് ആനന്ദ് വീണ്ടും ആ കാട്ടിലേക്ക് പ്രവേശിക്കുകയും പല ടൈമുകളിലൂടെ സഞ്ചരിച്ച് ഏതെങ്കിലും രീതിയിൽ രാജാവ് കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ എത്തുകയും ആ കൂട്ടക്കുരുതി നടത്തുന്നത് മുടക്കാനായി ശ്രമിക്കുകയും അതിലൂടെ ഈ ടൈം ലൂപ്പ് തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നതുമാകും നമ്മൾ കാണാനായി പോകുന്നത്. ഇനി റെജിയിലേക്ക് വരാം. റെജി ചെറുപ്പമായിരിക്കുന്ന സമയത്ത് തൻ്റെ ചേച്ചിയുമൊത്ത് സ്കൂളിലേക്ക് പോകുമ്പോഴോ മറ്റോ ആണ് അങ്ങനെ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്ന രാജാവിന്റെ കുതിരയെ കാണുന്നത്. സോ ആ കുതിരയുടെ പുറകെ റെജി പോവുകയും റെജിയുടെ പുറകെ റെജിയുടെ ചേച്ചി പോവുകയും ആ സമയം 2024 നിന്നുമുള്ള റെജി അങ്ങോട്ടേക്ക് എത്തുകയും റെജിയുടെ ചേച്ചി ആ ടൈം ലൂപ്പിൽ പെട്ടുപോയിട്ടും ഉണ്ടാകും. എന്നാൽ ഏതോ രീതിയിൽ റെജി ആ ഒരു ടൈമിൽ നിന്ന് പുറത്തു കടന്നിട്ടുണ്ട്. എന്നാൽ കുട്ടിയായിരുന്നതുകൊണ്ട് റെജിക്ക് ഇത്തരം കാര്യങ്ങൾ ഓർമ്മയില്ലായിരുന്നു. ഇതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് വളർന്നു വലുതായതിനു ശേഷം ആ കാട്ടിന് അകത്തേക്ക് കയറുന്ന ആളുകളെ ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിച്ചതുപോലെ റെജി കുറച്ച് ചെറുപ്പക്കാരും പെൺകുട്ടികളുമായിട്ടുമെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് കാട്ടിലേക്ക് കടത്തിവിടാതിരിക്കാനായി ശ്രമിക്കുന്നത്. കാരണം റെജിക്ക് അവിടെ എങ്ങനെ ടൈം ലൂപ്പ് നടക്കും എന്ന കാര്യമൊന്നും അറിയില്ലെങ്കിലും തൻ്റെ ചേച്ചിയെ ആ കാട്ടിൽ നിന്നും പണ്ട് മിസ്സായതുകൊണ്ട് അതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആർക്കും വരാതിരിക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കാനായിട്ടാണ് റെജി ശ്രമിക്കുന്നത്. കൂടാതെ റെജിയുടെ ആ ഒരു റഫായിട്ടുള്ള സ്വഭാവത്തിന്റെ കാരണവും തന്റെ ചേച്ചി പണ്ട് ആ കാട്ടിൽ പെട്ടുപോയത് കൊണ്ടാണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി അവസാനത്തേത് ആനന്ദിന്റെ കഥയെല്ലാമാണ് സിനിമയിൽ പ്രസന്റ് എന്ന രീതിയിലാണ് ആദ്യം കാണിക്കുന്നത്, അതായത് 2024. എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് 2024 അല്ല, അതിനും ഒരു 30 വർഷങ്ങൾക്കിപ്പുറമോ മറ്റോ 2054 ആനന്ദിന്റെ മകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവളും ടൈം ലൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് കാണിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടൈം ലൂപ്പിൽ അവസാനമായി പെട്ടിരിക്കുന്നത് ആരാണ്, അത് ഏത് വർഷമാണ്? ആനന്ദിന്റെ മകളുടെ കാലഘട്ടമായിട്ടുള്ള 2054 മറ്റോ ആണോ? ഇനി അതല്ല അതിനും അപ്പുറമുള്ള ഏതെങ്കിലും വർഷത്തിൽ ആരെങ്കിലും എല്ലാം പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിട്ടില്ല. അതെല്ലാം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും സിനിമകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. സോ അതുവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ലൂപ്പ് സിനിമകളിൽ മികച്ചൊരു ചിത്രം തന്നെയാണിത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.